ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലേക്ക് തിരികെ എത്തി. ഫെബ്രുവരി മാസം 14-ാം തീയതി ന്യൂമോണിയ ബാധയും ശ്വാസതടസ്സവും മൂലം റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ മാർച്ച് മാസം 23-ാം തീയതി ഇറ്റാലിയൻ സമയം ഉച്ചകഴിഞ്ഞ് സ്വഭവനമായ കാസ സാന്ത മാർത്തയിലേക്ക് തിരികെ എത്തി. ആശുപത്രി വിടുന്നതിന് മുൻപ് ജനലിനരികിൽ എത്തിയ പാപ്പ എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. ഇരുകൈകളും വീശി കൂടി നിന്നവർക്കും ലോകമെങ്ങുമുള്ള എല്ലാവർക്കും പാപ്പ നന്ദി അർപ്പിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്നും പറഞ്ഞു. തദവസരത്തിൽ മഞ്ഞപ്പൂക്കളുമായി കാത്തുനിന്നിരുന്ന കർമേല എന്ന ഒരു പ്രായമായ അമ്മയെ പാപ്പ പ്രത്യേകം പരാമർശിക്കുകയും വളരെ പ്രത്യേകമായി അവർക്ക് നന്ദി പറയുകയും ചെയ്തു. ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിൽ ചികിത്സയിൽ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ഈ അമ്മ ആശുപത്രിക്ക് മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുകയും പൂക്കൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 37 ദിവസങ്ങൾക്ക് ശേഷം പാപ്പ ജനങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പോൾ പലരും സന്തോഷത്താൽ കണ്ണീർ പൊഴിച്ചു. പാപ്പ തിരികെ വത്തിക്കാനിലെത്തിയെങ്കിലും 2 മാസത്തേക്ക് വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്വാസം നേരെയാകുന്നതിനും ശബ്ദം വീണ്ടെടുക്കുന്നതിനുമുള്ള വിവിധ പരിചരണങ്ങളും ശുശ്രൂഷകളും ഇനിയും തുടരുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം വത്തിക്കാനിലേക്കുള്ള മടക്കയാത്രയിൽ ഫ്രാൻസിസ് പാപ്പ റോമിലെ മരിയ മേജർ ബസിലിക്കയിൽ എത്തുകയും മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ പ്രതിഷ്ഠിക്കുവാൻ കർദിനാൾ റൊലാൻഡാസ് മക്രിക്കാസിന് പൂക്കൾ നൽകുകയും ചെയ്തു.